എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജന്മാഷ്ടമി ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയാണ് വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദിനമായാണ് അഷ്ടമി രോഹിണി ദിനത്തെ കണക്കാക്കുന്നത്. അഷ്ടമി രോഹിണി ദിനത്തിൽ പ്രത്യേകം വ്രതം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ സകല അനുഗ്രഹവും പൂർത്തീകരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ജന്മാഷ്ടമി എന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ്. രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി അവതാരമെടുത്തത്. ശ്രീകൃഷ്ണ ജയന്തി കൃത്യമായ സമയവും തീയതിയും. അഷ്ടമി രോഹിണി എന്ന പൊതുവിൽ പറയുമെങ്കിലും കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആഘോഷങ്ങൾ രാജ്യത്തുടനീളം വളരെ ഭക്തിയോടെയും ആഡംബരത്തോടെയും ആഘോഷിക്കപ്പെടുന്ന ദിവസമാണ് ജന്മാഷ്ടമി. ഗോകുലാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി, കൃഷ്ണാഷ്ടമി, കൃഷ്ണ ജന്മാഷ്ടമി എന്നിങ്ങനെയും ഈ ആഘോഷം അറിയപ്പെടുന്നു. ഭദ്രപാദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് കൃഷ്ണൻ ജനിച്ചത്. ഇത് സാധാരണയായി ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഈ വർഷത്തെ ജന്മാഷ്ടമി ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച ആഘോഷിക്കുന്നു. ജന്മ അഷ്ടമി എന്നീ രണ്ട് വാക്കുകളുടെയും സംയോജനമാണ് ജന്മാഷ്ടമി. ജന്മം എന്നാൽ ജനനം എന്നാണ് അർത്ഥമാക്കുന്നത്. അഷ്ടമി രോഹിണി എന്നും പൊതുവിൽ പറയുമെങ്കിലും കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആഘോഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ രോഹിണി നക്ഷത്രം വരുന്ന ദിവസം ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ മറ്റിടങ്ങളിൽ അഷ്ടമി വരുന്ന ദിവസമാണ് ആചരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന് ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേരുന്ന ദിനത്തിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ മധുരയിലെ കാരാഗൃഹത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി ജനിച്ചു എന്നാണ് വിശ്വാസം. അമ്പാടിയിലും വൃന്ദാവനത്തിലും മധുരയിലുമായി വളർന്ന കൃഷ്ണൻ്റെ ജീവിതകഥ നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിലെ നന്മ നശിച്ച സമയത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരമെടുത്തതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഈ വർഷം ശ്രീകൃഷ്ണൻ്റെ 5251 ജന്മദിനമാണെന്നാണ് കരുതപ്പെടുന്നത്. മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ രീതിയിൽ കേരളത്തിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട്. കേരളത്തിലെ ചടങ്ങുകളും പൂജകളും കൂടാതെ ശ്രീകൃഷ്ണന്റെ വേഷങ്ങൾ, കുട്ടികളുടെ ഘോഷയാത്രകളും മറ്റും പരിപാടികളും ഈ ദിവസം നടക്കാറുണ്ട്. ജന്മാഷ്ടമി വ്രതം ആചരിക്കേണ്ടത് എങ്ങനെ? ശരിയായ നിയമങ്ങൾ അറിയാം. പ്രധാനമായും 2 തരത്തിലാണ് ഈ ദിനത്തിലെ ഉപവാസം. എങ്ങനെയാണ് വ്രതം ആചരിക്കേണ്ടതെന്നും ജന്മാഷ്ടമി വ്രതാനുഷ്ഠാനത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അഷ്ടമി എന്നാൽ ഹിന്ദു കലണ്ടർ പ്രകാരം മാസത്തിലെ 8ാം ദിവസം എന്ന് അർത്ഥം. ജന്മാഷ്ടമി നാളിൽ കൃഷ്ണന്റെ ബാലകരൂപത്തിലുള്ള വിഗ്രഹത്തെയാണ് പ്രധാനമായും ആചാരാനുഷ്ഠാനങ്ങളോടെ പൂജിക്കുക. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വിശേഷമായാണ് കണക്കാക്കുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കാൻ ഇത് സഹായിക്കുന്നു. എങ്ങനെയാണ് വ്രതം ആചരിക്കേണ്ടതെന്നും ജന്മാഷ്ടമി വ്രതാനുഷ്ഠാനത്തിൻ്റെ നിയമങ്ങൾ എന്താണെന്നും പറഞ്ഞുതരാം. വ്രതമെടുക്കേണ്ടത് ഇപ്രകാരം. അഷ്ടമി രോഹിണിയുടെ അന്നല്ല വ്രതമെടുക്കേണ്ടത്. അതിനായി തലേ ദിവസം തന്നെ വ്രതം ആരംഭിക്കേണ്ടതായുണ്ട്. അത്താഴത്തിന് ധാന്യം ഒഴിവാക്കി പാലോ പഴങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ്. കൂടാതെ ലഘുഭക്ഷണം മാത്രമേ അന്ന് പാടുള്ളൂ എന്നതും ഓർമ്മയിൽ വയ്ക്കണം. ഈ ദിനത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. പ്രധാനമായും 2 തരത്തിലാണ് ഈ ദിനത്തിലെ ഉപവാസം. നീർജാല, വെള്ളവും ഭക്ഷണവുമില്ലാതെ. പൽഹാർ, പഴവും പാലും അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണം. ജന്മാഷ്ടമി ദിനത്തിലെ ഏറ്റവും കഠിനമായ വ്രതമാണ് നിർജാല. അതായത് ആ ദിനത്തിൽ വെള്ളവും ഭക്ഷണവും പൂർണ്ണമായി ഉപേക്ഷിച്ചാണ് ഈ വ്രതം ആചരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർ വൈദ്യോപദേശത്തിന് ശേഷം മാത്രം ഇത്തരം വ്രതങ്ങൾ അനുഷ്ഠിക്കുക. പൽഹാർ എന്നാൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കി പഴം, പാൽ എന്നിവ കഴിച്ച് അനുഷ്ഠിക്കുന്ന വ്രതമാണ്. ഒരിക്കലെടുത്ത് വ്രതമനുഷ്ഠിക്കാം. എപ്പോഴും ഒരിക്കലെടുത്ത് വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. അതിനുവേണ്ടി ജന്മാഷ്ടമി ദിനത്തിൽ കഴിയുന്നത്ര തവണ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. കൂടാതെ ഒരിക്കലെടുത്തോ അല്ലെങ്കിൽ ലഘുഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. വ്രതമനുഷ്ഠിക്കുമ്പോൾ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, അരി, ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ് എന്നിവ ഭക്ഷണത്തിൽ നിന്ന് കഴിവതും ഒഴിവാക്കുക.
വാഴപ്പഴം, ആപ്പിൾ, മാതളനാരങ്ങ തുടങ്ങിയ പഴങ്ങൾ, പാൽ, തൈര്, പനീർ, വെണ്ണ തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഈ ദിനത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ജന്മാഷ്ടമി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് വ്രതം ആരംഭിക്കണം. ശരീരം ശുദ്ധിയാക്കിയതിനു ശേഷമാണ് വ്രതം തുടങ്ങേണ്ടത്. ശ്രീകൃഷ്ണനെ പൂജിക്കുന്ന വേളയിൽ മധുരപലഹാരങ്ങളും പഴങ്ങളും എല്ലാം അർപ്പിക്കുന്നതും നല്ലതായി കണക്കാക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ നാമങ്ങൾ ജപിക്കുക. ദരിദ്രർക്ക് ദാനം ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ എന്ന മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കണം. ഇത് ഭഗവാന്റെ മൂലമന്ത്രമാണ്. ഇത് ജപിക്കുന്നത് വഴി പല ദോഷങ്ങളും അകലുന്നു. ഭഗവാനെ സ്മരിക്കണം. ജന്മാഷ്ടമി ദിനത്തിൽ വ്രതമെടുക്കുന്നവർ ദിവസം മുഴുവൻ ഭഗവത് സ്മരണയിൽ കഴിച്ചു കൂട്ടണം. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും കൂടാതെ പാൽപായസവും വെണ്ണ നിവേദ്യവും സമർപ്പിക്കുകയും ചെയ്യുക. അർദ്ധരാത്രിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഭഗവാന്റെ അവതാര സമയത്തെക്കുറിച്ചുള്ളതാവുന്നു. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി അത്യുത്തമമാണ്. ഭാഗവത പാരായണം ചെയ്യണം. ഭാഗവതം ഈ ദിനത്തിൽ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഇത് എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളെയും ഇല്ലാതാക്കുന്നു. ജന്മജന്മാന്തരം നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നതിന് ഇതുവഴി സാധിക്കുന്നു. ജന്മാഷ്ടമി ദിനത്തിൽ വിഷ്ണു സഹസ്രനാമം, ഹരിനാമ കീർത്തനം എന്നിവയെല്ലാം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഇവയെല്ലാം 41 തവണ വീതം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ശേഷം അടുത്ത ദിവസം തുളസി വെള്ളം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാം.